തൃശൂർ കയ്പമംഗലത്തെ ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം 25 വർഷത്തെ കാലാവധിയിലാണ് നിർമ്മിച്ചത്. എന്നാൽ പാലത്തിന് ഇപ്പോൾ 50 വയസ്സ് പ്രായമുണ്ട്. പഴക്കം ചെന്ന പാലം പുതുക്കിപ്പണിയാൻ വർഷങ്ങൾക്ക് മുൻപ് ജനപ്രതിനിധികൾ സന്ദർശിച്ച് തീരുമാനമുണ്ടായെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മതിലകം, കുറ്റിലക്കടവ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് മറുകരയിലുള്ളവർക്ക് എളുപ്പത്തിലെത്താൻ ലക്ഷ്യമിട്ടാണ് മുഴുവഞ്ചേരി നടപ്പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകൾ പലതിനും ബലക്ഷയമെന്ന നിലയിലാണ്. സ്കൂൾ സമയത്ത് നിരവധി കുട്ടികളാണ് ഈ നടപ്പാലം വഴി സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞ് പാലത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പണിതിട്ട് കാലാവധി കഴിഞ്ഞിട്ട് 10-30 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ അടി സൈഡിൽ കമ്പി നോക്കിയാൽ അറിയാം എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള അവസ്ഥയാണ്. പിന്നെ അവിടെ മുഴുവഞ്ചേരി തുരുത്തിൽ ഒരു 10-20 പിള്ളേർ, പഠിക്കുന്ന പിള്ളേർ ഓത്തുള്ളിലും പോണത്, മദ്രസയിൽ പോണതൊക്കെ ഈ വഴിക്കാണ്. പിന്നെ കമ്പനി പോണത്, ഉറവ് കടയിൽ പോണത്, ചന്താസി പോണ പെണ്ണുങ്ങൾ ഒക്കെ ഈ പാലത്തുമ്മലേക്ക് ആശ്രയിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കയറി നിൽക്കില്ല, മക്കളെ കയറി നിൽക്കില്ല, എപ്പോഴും വീഴുന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ നിൽക്കണം. ഇപ്പോഴും പടിയൊക്കെ നോക്കിയാൽ അറിയാം, കമ്പി ഒക്കെ ദ്രവിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെരിഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റും. പേടിയാണ്, കാരണം കാലിങ്ങനെ പാലത്തിൻ്റെ കാലൊക്കെ ദ്രവിച്ച് നിൽക്കണം, അങ്ങനെ ബുദ്ധിമുട്ട്. ഒരുപാട് വീട്ടുകാരുണ്ട് അവിടെ, എല്ലാവരും ആ വഴിക്ക് അവിടെ നിന്ന് വഴിയുണ്ട്, പക്ഷേ ഇതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. കയ്പമംഗലം, ഇരിങ്ങാലക്കുട എന്നീ നിയോജകമണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലത്തിന്റെ ഇരുകരകളും. ഏറെ ഭയപ്പാടോടെയാണ് ആളുകൾ പാലം കടന്നു പോകുന്നത്. നടപ്പാലത്തിന്റെ അപകടാവസ്ഥ കാരണം പലരും ഈ മാർഗം ഉപയോഗിക്കാതെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത്. പെരിഞ്ഞനം, പടിയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്. പ്രദേശവാസി ശശിധരൻ മുൻ മന്ത്രി ആർ ബിന്ദുവിനും മുൻ MLA ET ടൈസൺ മാസ്റ്റർക്കും പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആർ ബിന്ദു നിവേദനം കൈമാറുകയും ചെയ്തതായി ശശിധരന് അറിയിപ്പ് ലഭിച്ചിരുന്നു. 25 കൊല്ലത്തെ കപ്പാസിറ്റി ഉള്ള പാലം അതിപ്പോൾ 50 വർഷത്തിലധികമായി. അപ്പോൾ ഇതിൽ ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഫയലുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലും ഫണ്ട് അനുവദിച്ച് കിട്ടുന്ന കാര്യത്തിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഞാൻ ഈ ഓരോ പരാതികളും അപേക്ഷകളും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂർ വെച്ചിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു അദാലത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പരാതി കൊടുത്ത് മറുപടി കിട്ടി. ഈ രൂപ കിട്ടാതെ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാലം നിർമ്മാണം സംബന്ധിച്ച് ഫണ്ടുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.